ഏശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്കു സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. ഏശയ്യ 58:11 വാക്യം നമുക്ക് നൽകുന്ന പ്രത്യാശ നമ്മുടെ ദൈവൈക്യം നേടാനുള്ള ഈ വിശുദ്ധ ജീവിതത്തിൻ്റെ അന്വേഷണത്തിൽ നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും നല്ല പച്ചപ്പുള്ള വെള്ളവും വളവുമൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ തന്നെ ആയിരിക്കണം കടന്നു പോകുന്നത് എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ മരുഭൂമി പോലെയുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ വന്നാലും, ആരും സഹായിക്കാൻ ഇല്ലാത്ത സമയം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയാലും, കർത്താവ് ആ സമയത്തും അല്ലെങ്കിലും അവിടുന്ന് ആ അസാധ്യതയുടെ നടുവിലും നമുക്ക് സമൃദ്ധിയും വിജയവും നൽകി നമ്മെ നേരെ നിർത്തുന്ന നമ്മുടെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തുകയും ചെയ്യും. വിശ്വാസത്തിൻ്റെയും ശരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ അസ്ഥി നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മെ എപ്പോഴും ബലപ്പെടുത്തുന്നത് ദൈവിക ദാനങ്ങൾ തന്നെയാണല്ലോ. അവയിൽ എല്ലാം ദൈവം നമ്മെ ബലപ്പെടുത്തി ഏറ്റവും നല്ല സ്ഥലത്ത് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ നമ്മൾ വിശ്വാസം പരിശീലിച്ചാൽ എങ്ങനെ പൂർണ്ണത നേടുവോ അതുപോലെ നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയുമുള്ള ഒരു വ്യക്തിയാക്കി, അഥവാ ഈശോയെ ദർശിക്കാനുള്ള ഒരുവനാക്കി തന്നെ നമ്മളെ മാറ്റും.